എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. അപ്പോൾ ഈ വരുന്ന മെയ് മാസത്തിൽ നമ്മുടെ എക്സാം വരികയാണ് അല്ലേ? മെയ്യിലെ 2 എക്സാമാണ് പറഞ്ഞിരിക്കുന്നത്, മെയ് 16ഉം മെയ് 30ഉം ആയിട്ട്. അപ്പോൾ അതിൽ തന്നെ മെയ് 30-ാം തീയതി വരുന്ന ടൈപ്പിസ്റ്റിന്റെ പരീക്ഷ എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിലബസ് പ്രകാരം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ടത് 10 മാർക്കിനാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്കിൽ എന്തായാലും മുന്നിലോട്ടെത്തും അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് കൃഷ്ണൻ സാറ് ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാറ് വരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്കറിയാം ഈ മെയിൽ വരുന്ന എക്സാമിന് പ്രിലിംസ് ഉണ്ടോ, അതുപോലെ ഒരുപാട് നോട്ടിഫിക്കേഷൻ പുതിയത് വരുന്നുണ്ട് അല്ലേ? അതിലൊക്കെ പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ, ടൈപ്പ് റൈറ്റർ നേരെ മെയിൻ എക്സാം ആണോ, ടൈപ്പിസ്റ്റുമായിട്ടുള്ള എക്സാമുകളെല്ലാം മെയിൻ എക്സാം മാത്രമാണോ, ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഈ വരുന്ന 19-ാം തീയതി ഒരു ഫ്രീ വെബിനാറുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട്, ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് 10 മാർക്ക് ഉള്ളതെന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. കാരണം അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നല്ല ഈസി ക്വസ്റ്റ്യൻസ് ആണ്. വളരെ കുറച്ച് ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. അത് പഠിച്ചാൽ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ട് സാറ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഞാൻ ഈ ടൈപ്പ്റൈറ്ററിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു തന്നു. ഇനി നമുക്ക് അതിനെക്കുറിച്ച് സാധാരണ പരീക്ഷയ്ക്കൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് എന്താണ് അതിനെക്കുറിച്ചൊരു കാര്യങ്ങൾ പറയാം. അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ നിങ്ങൾക്കറിയാം മലയാളിക്ക് ടൈപ്പ് റൈറ്റർ എല്ലാ ലാംഗ്വേജിലും ഉണ്ട് അല്ലേ? പല കീബോർഡ്, അതായത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ നമ്മുടെ ഇതിൽ നമ്മുടെ മാതൃഭാഷ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മലയാളം ടൈപ്പ് റൈറ്റർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മലയാളം ടൈപ്പ് റൈറ്റർ ഉണ്ട്, പുറത്ത് വന്നിട്ടുണ്ട്. ഈ മലയാളം ടൈപ്പ് റൈറ്റർ അത് അങ്ങനെ ആ ഒരു കീബോർഡ് സെറ്റ് ചെയ്ത ആരാണ്, ആ ഒരു വ്യക്തി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് NS പണ്ടാല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ മലയാളം ഇന്നത്തെ ഒരു മലയാളം കീബോർഡ് ആക്കിയെടുത്തത്. ഇംഗ്ലീഷ് പോലെ തന്നെ അത് നോക്കി അദ്ദേഹത്തിൽ മലയാളം കീബോർഡ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ NS പണ്ടാല എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ മലയാളം കീബോർഡ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം കീസ് കൂടുതലുണ്ട്. മറ്റത് ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ അത് 56 ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ചിലത് ഈ കീയിൽ ഒരു കീയിൽ തന്നെ 2 ലെറ്ററൊക്കെ ഉണ്ടാവും. മറ്റത് ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു കീയിൽ തന്നെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററുമാണ് എന്ന് പറഞ്ഞ പോലെ മലയാളത്തിലും ഒരു കീബോർഡ് തന്നെ 2 കീബോർഡൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ആ കീബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു NS പണ്ടാല എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ മലയാളം കീബോർഡ് ഡിസൈൻ ചെയ്തത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യന്, ഈ ക്യാരേജ് മൂവ്സ് ടു ദ ലെഫ്റ്റ് ബൈ ദ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ മെയിൻ സ്പ്രിംഗ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാമല്ലോ, നമ്മൾ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ ടൈപ്പ് റൈറ്ററിൻ്റെ ഈ മുകൾ ഭാഗം ഇത്രയുള്ള പാർട്ടിങ്ങിൻ്റെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് എന്താണ് ഇവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ അതിനാണ് ഒരു മെയിൻ സ്പ്രിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഈ ടൈപ്പ് റൈറ്ററിൻ്റെ ഈ അടിഭാഗത്തായിട്ട് ഉള്ളിൽ, അതായത് ഈ ക്യാരേജിൻ്റെ അടിയിലായിട്ട് ഈ ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് ഒരു ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ക്യാരേജിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിനെ പിടിച്ച് വലിക്കുന്ന, അങ്ങോട്ട് വലിക്കാൻ ഉള്ള ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിന് പറയുന്നുണ്ട് മെയിൻ സ്പ്രിങ് എന്ന് പറയും. അത് നമുക്ക് ഇതിൻ്റെ പുറത്ത് കാണാൻ കഴിയില്ല, ഒരു ഡ്രമ്മിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആ മെയിൻ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ക്യാരേജ് നീങ്ങുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ക്യാരേജ് മൂവ്സ് ടു ദ ലെഫ്റ്റ് ബൈ ദി ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ദി മെയിൻ സ്പ്രിങ് എന്നാണ്. അപ്പോൾ ആ മെയിൻ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ സ്പ്രിങ്ങിനെ വലിക്കുന്നത് കൊണ്ടാണ് ക്യാരേജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ സ്പ്രിങ് ആണ് അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ആ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു പാർട്ടാണ് ഈ മെയിൻ സ്പ്രിങ് എന്ന് പറയുന്നത്. പിന്നെ ഇഫ് ദ ക്യാരേജ് ടെൻഷൻ ഈസ് ഹൈ ഇറ്റ് വിൽ കോസ്
ജെർക്കി മോഷൻ ഓഫ് ദ ക്യാരേജ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മെയിൻ സ്പ്രിങ്ങിൻ്റെ ആ ടെൻഷൻ കൊണ്ടാണ് ക്യാരേജ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ ടെൻഷൻ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ ഈ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ, ഹൈ ആയിക്കഴിഞ്ഞാൽ ജെർക്കി മോഷൻ ഓഫ് ദ ക്യാരേജ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചാടി അതായത് ഒരു ലെറ്റർ അടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ 2 ലെറ്ററിൻ്റെ സ്പേസ് ചാടിപ്പോവും. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്ററിൽ ഓരോ സ്പേസ് വരും അല്ലേ. അപ്പോൾ അങ്ങനെ ജെർക്ക് ചെയ്ത് പോകും. അപ്പോൾ അതിന് കാരണം ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൂടുന്നതാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നോക്കുക. അപ്പോൾ ജെർക്കി മോഷൻ ഓഫ് ദി ക്യാരേജ് അതിൻ്റെ കോസ് ഇതാണ്, ക്യാരേജ് ടെൻഷൻ ഈസ് ഹൈ. ഇനി ക്യാരേജ് ടെൻഷൻ കുറഞ്ഞാലോ, ലോ ആയാലും എന്ത് പറ്റും, അത് സ്ലോ ആൻഡ് സ്ലഗിഷ് മൂവ്മെൻ്റ് ആയിരിക്കും, സ്ലോ ആയിരിക്കും. അപ്പോൾ എന്താ തന്നെ ഓവർ ടൈപ്പ് വരും, അതായത് ഒരു ലെറ്ററിൻ്റെ മീതെ തന്നെ വേറെ ലെറ്റർ വന്നു വരും. അപ്പോൾ അങ്ങനെ ഈ അതും പ്രശ്നമാണ്. അപ്പോൾ ഈ ക്യാരേജ് ടെൻഷൻ എപ്പോഴും കറക്റ്റായിരിക്കണം, അതായത് അധികം ഹൈ ആവാൻ പാടില്ല, സ്ലോ ആകാൻ പാടില്ല. അല്ലാത്ത രീതിയിലുള്ള ഒന്നുകൊണ്ടാണ് നമുക്ക് ഈ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ദ റോളിംഗ് പാർട്ട് ഓഫ് ദ ക്യാരേജ് കോട്ടഡ് ബൈ റബ്ബർ ഷെൽ ഈസ് നോൺ ആസ് സിലിണ്ടർ. അതായത് ഈ ക്യാരേജിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഒരു നീളത്തിലുള്ള ഒരു സിലിണ്ടർ ഉണ്ട്, റോഡുണ്ട്, റബ്ബറിൻ്റെ ഒരു റോഡ്. അതിനാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഈ പേപ്പർ റെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പേപ്പർ വയ്ക്കുന്നത് ആ സിലിണ്ടറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ ആ ഒരു പാർട്ട്, അതായത് നീളത്തിലുള്ള ഒരു റബ്ബർ കോട്ടഡ് ഷെല്ലാണത്, അതിനാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ആ സിലിണ്ടറിൻ്റെ മീതെയാണ് നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സിലിണ്ടർ എന്ന് പറയുന്ന പാർട്ട് അതാണ്. പിന്നെ ദ റോളിംഗ് പാർട്ട് ഓഫ് ദി ക്യാരേജ് കോട്ടഡ് ഷെൽ നോൺ ആസ് സിലിണ്ടർ. ആ സിലിണ്ടർ എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ ബാക്കിൽ, ഇതിനടിയിലായിട്ട് കാണുന്ന ആ റബ്ബറിൻ്റെ പാർട്ടി നീളത്തിലുള്ള, അതാണ് ക്യാരേജിൻ്റെ അടിയിൽ ഉള്ളിലായിട്ട് കാണുന്ന ഒരു റബ്ബർ പാർട്ടാണ്, അതിനാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. പിന്നെ തമ്പ് വീൽ ഈസ് യൂസ്ഡ് ടു. എന്താണ് തമ്പ് വീൽ? തമ്പ് വീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ക്യാരേജിൻ്റെ 2 സൈഡിലും ഉള്ള നമ്മൾ തിരിക്കുന്ന ആ ബട്ടൺ, അതിനാണ്. ആ 2 സൈഡിലും ഉണ്ട്, ലെഫ്റ്റിലും റൈറ്റും ഉണ്ട്, അതാണ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ തമ്പ് വീൽ ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സിലിണ്ടർ. സിലിണ്ടറിനെ നമ്മൾ തിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പാർട്ടാണ് ഈ തമ്പ് വീൽ എന്ന് പറയുന്നത്. അത് ഈ സിലിണ്ടറിൻ്റെ ക്യാരേജിൻ്റെ 2 സൈഡിലും, ഈ സൈഡിലും ഈ സൈഡിലും ഉണ്ട്, 2 സൈഡിലുമുള്ള അതിനാണ് ഈ തമ്പ് വീൽ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്നത് നമ്മൾ പേപ്പർ വച്ചിട്ട്, നമ്മൾ പേപ്പർ കയറുന്നതിന് വേണ്ടി നമ്മൾ തിരിക്കുന്ന അതാണ്, ഈ തമ്പ് വീൽ വെച്ചിട്ടാണ്. അത് തിരിക്കുമ്പോഴാണ് പേപ്പർ റൊട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്നതാണ് തമ്പ് വീൽ. പിന്നെ ഫിംഗർ യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ് ദ സ്പേസ് ബാർ ഇത് റൈറ്റ് തമ്പ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വേർഡ് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് വേർഡിന് മുമ്പ് ഒരു സ്പേസ് വേണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ടാണ് ഈ സ്പേസ് ബാർ എന്ന് പറയുന്നത്. അത് ആ ക്യാരേജിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നീളത്തിലൊരു സ്റ്റിക്ക്, ഒരു നീളത്തിലുള്ള ബാറുണ്ട്, അതിനാണ് ഈ ഇത് പറയുന്ന സ്പേസ് ബാർ വരുന്നത്. ഈ സ്പേസ് ബാർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ റൈറ്റ് തമ്പ്, അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ഈ തള്ള വിരൽ, റൈറ്റ് തമ്പ് ഉപയോഗിച്ചാണ്. അത് വെറുതെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ ആ സ്പേസ് മാർക്ക് കിട്ടും, അതിനാണ്. അപ്പോൾ ഫിംഗർ യൂസ്ഡ് ഫോർ ദ സ്ട്രൈക്കിംഗ് ദ സ്പേസ് ബാർ ഈസ് റൈറ്റ് തമ്പാണ് അതിനുപയോഗിക്കുന്നത്. പിന്നെ ദ ഗൈഡ് കീസ് ഇൻ ദ ടൈപ്പ്റൈറ്റർ. അതായത് ഈ ടൈപ്പ്റൈറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഫിംഗേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന 2 കീ ഉണ്ട്. അതായത് നമ്മൾ ഈ ABCD എന്നല്ല നമ്മൾ ടൈപ്പ് ചെയ്യുന്ന, അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ASDF എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഫിംഗർ വയ്ക്കുന്നത് ആ ടൈപ്പ്റൈറ്ററിൽ എപ്പോഴും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വയ്ക്കുന്ന ഫസ്റ്റ് ഇതിൽ വയ്ക്കുന്ന ഈ A ആൻഡ് സെമിക്കോളൻ, അത് ഈ 2 ചെറിയ വിരൽ, ഈ സൈഡിൽ എയിലും വയ്ക്കും, ഈ സൈഡിൽ സെമിക്കോളനിലും വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ A ആൻഡ് സെമിക്കോളൻ, അതിനാണ് നമ്മൾ സാധാരണ ഗൈഡ് കീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫിംഗേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന കീകളാണ്. അപ്പോൾ അതുകൊണ്ട് ഗൈഡ് കീസ് A ആൻഡ് സെമിക്കോളൻ എന്നാണ്, അതിനാണ് ഗൈഡ് കീസ് എന്ന് പറയുക. പിന്നെ ദ ഗൈഡ് റോ ഇൻ ദ ടൈപ്പ്റൈറ്റേഴ്സ്. പിന്നെ ഗൈഡ് റോ, അതായത് ഈ ASDF നിൽക്കുന്ന ആ ഒരു റോ, അത് ഈ പേപ്പറിൻ്റെ
തേർഡ് റോ, അതായത് മുകളിൽ നിന്ന് 1 2 3 ആ തേർഡ് നടുക്ക്, അതായത് മിഡിലായിട്ട് വരും. ആ ഒരു റോയിലുള്ള ലെറ്റേഴ്സിനാണ് നമ്മൾ, ആ റോയ്ക്കാണ് ഈ ഗൈഡ് റോ എന്ന് പറയുന്നത്. അതിലുള്ള നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ഫിംഗർ ആ തേർഡ് റോയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് ആ ഗൈഡ് റോ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ദ മാസ്റ്റർ കീ ഇൻ എ ടൈപ്പ് റൈറ്റർ, അതായത് ഒരു ടൈപ്പ് റൈറ്ററിൽ മാസ്റ്റർ കീ എന്ന് പറയുന്നത് ഏത് കീ ആണ്? അത് എൻ, ക്യാപിറ്റൽ എൻ ആണ്. അത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, അതിനങ്ങനെ പറയാൻ കാരണം നമ്മളിപ്പോൾ ഈ ടൈപ്പ് റൈറ്ററിലുള്ള ലെറ്റേഴ്സൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ കുറേ യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പക്ഷേ അത് വിട്ടുപോകും. അങ്ങനെ വിട്ടുപോയി കഴിയുമ്പോൾ നമ്മളത് റീസോൾവ് ചെയ്ത് അത് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത് ഒരു ക്യാപിറ്റൽ എൻ അടിച്ച് നോക്കിയിട്ടാണ്. അങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ എൻ അടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഈ ലെറ്റർ അടിക്കും നമ്മൾ ഫിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് രണ്ടും സെയിം ആണ്, ഒരേ പൊസിഷനിലാണ്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ആ അലൈൻമെൻറ്റ് കറക്റ്റാണെന്ന് നോക്കാനായിട്ട് നമ്മൾ ഈ എൻ എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മാസ്റ്റർ കീ എന്ന് പറയുന്നത്. അപ്പോൾ മാസ്റ്റർ കീ ടൈപ്പ് ഈസ് ലെറ്റർ എസ് എൻ. ദെൻ ഡ്രോ കോഡ് ഈസ് ഓൾസോ നോൺ ആസ് മെയിൻ സ്പ്രിംഗ് സ്ട്രാപ്പ് ഓർ ഡ്രോ ബാൻഡ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ടൈപ്പ് റൈറ്ററിൻ്റെ ക്യാരേജ് റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് വലത്തുനിന്ന് ഇടത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് പറയും. ആ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ആ ഫോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ മെയിൻ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെയിൻ സ്പ്രിങ് നിന്നും ഒരു സ്ട്രാപ്പ് വഴിയാണ് ഇതിനെ നമ്മുടെ ക്യാരേജുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മെയിൻ സ്പ്രിങ് സ്ട്രാപ്പ് ഓർ ഡ്രോ ബാൻഡ് എന്ന് പറയും. അപ്പോൾ ഈ ഡ്രോ കോഡ് എന്ന് അതിന് പറയും. 3 പേരെല്ലാം അറിയപ്പെടുന്നുണ്ട്, എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ഡ്രോ കോഡ് ഈസ് ഓൾസോ നോൺ ആസ് മെയിൻ സ്പ്രിങ് സ്ട്രാപ്പ്, മെയിൻ സ്പ്രിങ് അല്ലെങ്കിൽ ഡ്രോ ബാൻഡ്, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ആ മെയിൻ സ്പ്രിങ്ങിൽ നിന്ന് ക്യാരേജിന് ടെൻഷൻ കൊടുക്കാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രാപ്പ്, അതാണ് മെയിൻ സ്പ്രിങ് സ്ട്രാപ്പ് ഓർ ഡ്രോ ബാൻഡ് അല്ലെങ്കിൽ ഡ്രോ കോഡ് എന്നൊക്കെ പറയും. പിന്നെ ദ ക്യാരേജ് വിൽ സ്റ്റോപ്പ് വെൻ ദ ഡ്രോ കോഡ് ഈസ് കട്ട്. അതായത് നമ്മൾ ഒരു വണ്ടിയിൽ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പായി പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ മെഷീൻ സ്റ്റോപ്പ് ആകുമല്ലോ. അപ്പോൾ അങ്ങനെ ക്യാരേജ് സ്റ്റോപ്പ് ആകാൻ ഒരു മെയിൻ കാരണം വെൻ ദ ഡ്രോ കോഡ് ഈസ് കട്ട്, ആ ഡ്രോ ബാൻഡ് അല്ലെങ്കിൽ ഡ്രോ കോഡ് പൊട്ടിപ്പോവും. അതിൻ്റെ അപ്പം പിന്നെ ആ കണക്ഷൻ ഇല്ലല്ലോ, കണക്ഷൻ ഇല്ലാതെ വരുമ്പോൾ ടെൻഷൻ കിട്ടുകയില്ല. അപ്പോൾ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല, അവർ തന്നെ നിന്ന് പോകും. അതാണ്. അപ്പോൾ ദ ക്യാരേജ് വിൽ സ്റ്റോപ്പ് വെൻ ദ ഡ്രോ കോഡ് ഈസ് കട്ട്. ആ ഡ്രോ കോഡ് കട്ടായി പോയി കഴിഞ്ഞാൽ ആ ക്യാരേജ് അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടെ തന്നെ നിന്ന് പോകും, പിന്നെ മൂവ് ചെയ്യില്ല. പിന്നെ ക്യാരേജ് റിട്ടേൺ ലിവർ ഈസ് ഓൾസോ കോൾഡ് ലൈൻ സ്പേസ് ലിവർ. ഈ ക്യാരേജ് റിട്ടേൺ ലിവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ തീർന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ കൊണ്ടുവരാനായിട്ട് നമ്മളൊരു സാധനം ഒരു ലിവറിനെ പിടിച്ചിങ്ങോട്ട് തള്ളും അല്ലേ. അപ്പോൾ അങ്ങനെ ആ തള്ളുന്ന അതിനാണ് ഈ ക്യാരേജ് റിട്ടേണിങ് ലിവർ. അതെന്ന് വെച്ചാൽ ക്യാരേജിനെ അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്ത് കൊണ്ടുവരുന്ന അതാണ് ക്യാരേജ് റിട്ടേണിങ് ലിവർ എന്ന് പറയുന്നത്. അത് ഈ ടൈപ്പ് റൈറ്ററിൻ്റെ ആ ക്യാരേജിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നീളത്തിൽ കാണുന്ന താഴത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഒരു ലിവർ, അതാണ് ക്യാരേജ് റിട്ടേൺ ലിവർ എന്ന് പറയുന്നത്. അതിന് ലൈൻ സ്പേസ് ലിവർ എന്ന് കൂടെ പറയാം. കാരണം ലൈൻ സ്പേസ് ലിവർ എന്ന് പറയാൻ കാരണം നമ്മൾ ഇതിങ്ങനെ തിരിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ പേപ്പർ ഒരു ലൈൻ അല്ലെങ്കിൽ നമ്മൾ എത്ര അഡ്ജസ്റ്റ് വെച്ചാൽ അത്രയും ലൈൻ ഇത് മുകളിലേക്ക് പോകും. അപ്പോൾ ആ പേപ്പറിനെ ആ ലൈൻ തമ്മിലുള്ള സ്പേസ്, ആ പേപ്പർ ലൈൻ വരുന്ന ലൈനിലെ സ്പേസും കൂടി ഇതിൽ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ലൈൻ സ്പേസ് ലിവർ, ലൈനിനെ തിരിക്കാൻ വേണ്ടിയിട്ട് ആ ലിവർ അതിൻ്റെ അവിടെ ആ വീൽ കൊണ്ട് തിരിഞ്ഞ് അടുത്ത ലൈൻ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവിടെ 2 ജോലി നടക്കുന്നത്. ക്യാരേജ് റിട്ടേൺ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ അടുത്ത ലൈൻ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അതിന് ഈ ലൈൻ സ്പേസ് ലിവർ എന്നും കൂടി ഈ ക്യാരേജ് റിട്ടേൺ ലിവറിനെ വിളിക്കുന്നുണ്ട്. പിന്നെ ഈ പേപ്പർ റിലീസ് ലിവർ ഈസ് ഓൾസോ പേപ്പർ അഡ്ജസ്റ്റർ എന്ന് പറയും. ഈ പേപ്പർ റിലീസ് ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരേജിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലിവർ ഉണ്ട്, അതിങ്ങനെ ഫ്രണ്ടിലേക്ക് വലിച്ചു വയ്ക്കാവുന്ന ഒരു ലിവറാണ്. അത് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ പേപ്പർ റിലീസാവും. അതായത് പേപ്പർ നമ്മൾ വച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടറുമായിട്ട് ചേർന്നിരിക്കുകയാണ്, അപ്പോൾ അത് ടൈറ്റായിട്ടിരിക്കും നമ്മൾ പേപ്പർ തിരിച്ച് വച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്കൊന്ന് റിലീസാക്കണം എന്നുണ്ടെങ്കിൽ അല്ല ആ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ പേപ്പർ റിലീസ് ലിവർ
ഓപ്പറേറ്റ് ചെയ്ത്, അതായത് ഫ്രണ്ടിലേക്ക് വലിക്കുക. അപ്പോൾ ആ സിലിണ്ടറും ആ പേപ്പറും തമ്മിലുള്ള കണക്ഷൻ വിടും. അപ്പോൾ നമുക്ക് ആ പേപ്പർ എളുപ്പത്തിൽ എടുക്കുകയും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ പേപ്പർ റിലീസ് ലിവർ എന്ന് പറയുന്നത്. അതിന് പേപ്പർ അഡ്ജസ്റ്റർ എന്ന് പറയും. പേപ്പർ ഈ പറഞ്ഞ പോലെ വലിച്ചു വെച്ചാൽ നമുക്ക് ചിലപ്പോൾ പേപ്പർ ഈ പറഞ്ഞ പോലെ വച്ചത് കുറച്ച് മുകളിലേക്ക് താഴത്തേക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് അതിനും ഈ പേപ്പർ റിലീസ് ലിവർ വലിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ആ പേരും കൂടി ഞാൻ ചേർത്ത് പറയുന്നു. അപ്പോൾ പേപ്പർ റിലീസ് ലിവർ ഓർ പേപ്പർ അഡ്ജസ്റ്റർ രണ്ടും സെയിം ആണ്. പിന്നെ പേപ്പർ സൈഡ് ഗൈഡ് ഈ സീൻ അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പേപ്പർ ടേബിൾ. അതായത് ഈ പേപ്പർ സാധാരണ പേപ്പർ വയ്ക്കുമ്പോൾ നമ്മൾ മാർജിൻ നോക്കും. ടൈപ്പ് ചെയ്യുന്ന പേപ്പറിൽ മാർജിൻ വേണം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ മാർജിൻ വേണം. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ മാർജിൻ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഇത് ക്യാരേജിൻ്റെ ബാക്കിലുള്ള സ്കെയിൽ നോക്കിയിട്ട് നമ്മൾ മാർജിൻ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. പക്ഷേ അത് നമ്മൾ പിന്നീട് ഒരു പേപ്പർ കഴിഞ്ഞ് വേറൊരു പേപ്പർ വയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ അത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ നിൽക്കണ്ട. അതിന് പകരം ഈ പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്യാരേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പേപ്പർ വയ്ക്കുന്ന ഭാഗത്ത് തന്നെ ഒരു പോർഷനിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. അതാണ് ഈ ലെഫ്റ്റ് സൈഡ് പേപ്പർ സൈഡ് ഗൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ടാമത് വേറൊരു പേപ്പർ വയ്ക്കുമ്പോൾ നമുക്ക് ആ മാർജിൻ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കേണ്ട കാര്യം വരുന്നില്ല. ഇതിനോട് ചേർത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം ഈവൻ ആയിട്ടുള്ള മാർജിൻ കിട്ടും. അപ്പോൾ അതിനാണ് ഈ പേപ്പർ സൈഡ് ഗൈഡ് എന്ന് പറയുന്നതും ഇത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പേപ്പർ ടേബിൾ. അത് കാണുന്നത് ഈ പേപ്പറിൻ്റെ ആ ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. പിന്നെ പേപ്പർ ടേബിൾ ഈസ് നോൺ ആസ് പേപ്പർ റെസ്റ്റ് പ്ലേസ്. അതായത് നമ്മൾ പേപ്പർ വയ്ക്കുന്ന അല്ലെങ്കിൽ ആ പേപ്പർ ഇരിക്കുന്ന സ്ഥലം, റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം, അതാണ് പേപ്പർ റെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ക്യാരേജ് ഇങ്ങനെ തിരിച്ച് പേപ്പർ മുകളിൽ വന്നു കഴിയുമ്പോൾ അതിന് ആ മെഷീനിൽ വയ്ക്കുന്നത് പേപ്പർ റെസ്റ്റ് ചെയ്യുന്നതാണ് ഈ പേപ്പർ ടേബിൾ. അതിന് പേപ്പർ റെസ്റ്റ് പ്ലേസ് എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് ആ പാർട്ട്. പിന്നെ ക്യാരേജ് റാക്ക് മൂവ്സ് ഓൺ ദി പിനിയൻ വീൽ. ഞാൻ നേരത്തെ പറഞ്ഞു പിനിയൻ വീലും റാച്ചറ്റ് വീലൊക്കെ പറഞ്ഞു. അതിൽ ഈ ക്യാരേജിൻ്റെ അടിയിലുള്ള ആ വീല് അത് നമുക്ക് ഇന്നർ പാർട്ടാണ്. നമുക്കത് ആ ക്യാരേജ് അഴിച്ചാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ക്യാരേജിൻ്റെ അടിയിൽ ക്യാരേജിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പിനിയൻ വീല്. ആ പിനിയൻ വീലിൻ്റെ മീതെയാണ് ഈ ക്യാരേജ് റാക്ക് എന്ന് പറയുന്നത്. അതായത് ക്യാരേജിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ റാക്ക് ഉണ്ട്. അത് ഈ ഓരോ ടീത്തായിട്ട് ഇങ്ങനെ ഒരു നീളത്തിലൊരു പാർട്ടുണ്ട്. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് ഈ പിനിയൻ വീലിൽ കൂടിയാണ്. പിനിയൻ വീലിൻ്റെ മോൾ ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പിനിയൻ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ഓരോ ടീത്തായിട്ട് മൂവ് ചെയ്യും പിനിയൻ വീലിന്. അപ്പോൾ അതാണ് ക്യാരേജ് റാക്ക് മൂവ്സ് ഓൺ ദി പിനിയൻ വീൽ. പിന്നെ ദ ലെങ്ത് ഓഫ് റിബൺ, അതായത് നമ്മൾ സാധാരണ ടൈപ്പ്റൈറ്ററിൽ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് റിബൺ വേണം. അല്ലാതെ മഷി ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്കതിന് റിബൺ ടൈപ്പ്റൈറ്ററിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ ആ റിബൺ നമുക്ക് പല കളറുണ്ട്. അതായത് ബ്ലാക്ക് കിട്ടും, പിന്നെ ഒരു പർപ്പിൾ കളറുണ്ട്, പിന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് രണ്ടും കൂടിയതുണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ള റിബൺ കിട്ടും. അപ്പോൾ ആ റിബൺ സാധാരണ ഒരു ടൈപ്പ്റൈറ്ററിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ വിഡ്ത്താണ് 9 to 10 മീറ്റേഴ്സ്. ഒരു 9-10 മീറ്റേഴ്സിന് ഇടയ്ക്കുള്ള ആ റിബണാണ് നമ്മളൊരു ടൈപ്പ്റൈറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ അതിൻ്റെ നീളമാണ് നമ്മൾ പറഞ്ഞ 9 to 10 മീറ്റർ വരെ. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 1/2 ഇഞ്ച്, ചെറുതായിരിക്കും. 1/2 ഇഞ്ച് വീതിയിലുള്ള നീളത്തിലുള്ളതാണ് നമ്മൾ ടൈപ്പിങ്ങിന് ഉപയോഗിക്കുന്ന റിബൺ. അപ്പം ബേസിക് ആയിട്ടുള്ള ടൈപ്പ്റൈറ്ററിന് പറഞ്ഞ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും എനിക്ക് അറിയാം. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഇനിയും മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ കോഴ്സിൽ ചേരുക. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള അവസരം ഇനിയും ഉണ്ടാവും. ഓക്കെ.